നമസ്കാരം. ബി പോസിറ്റീവിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിക്കൽ യുധിഷ്ഠിരനും ദുര്യോധനും കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ സഞ്ചാരത്തിനിടയിൽ ഒരു ഉറുമ്പ് യുധിഷ്ഠിരൻ്റെ കാലിൽ കടിച്ചു. യുധിഷ്ഠിരൻ ഉറുമ്പിനെ നോക്കി വളരെ വേദന ഉണ്ടാകുന്നുണ്ട് യുധിഷ്ഠിരന്. എങ്കിൽ അതൊന്നും വകവയ്ക്കാതെ വളരെ പതുക്കെ കുനിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് ആ ഉറുമ്പിനെ എടുത്ത് മാറ്റിയിട്ടു. എന്നാൽ കുറച്ച് കഴിഞ്ഞ് അവർ വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുര്യോധനൻ്റെ കാലിൽ ഉറുമ്പ് കടിച്ചു, മറ്റൊരു ഉറുമ്പ്. ദുര്യോധന ആ കടി കൊണ്ട നിമിഷം തന്നെ കാല് വെച്ച് ആ ഉറുമ്പിനെ ഇങ്ങനെ ചവിട്ടി കൊന്നുകളഞ്ഞു. അരിശം മൂത്ത ദുര്യോധനൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഉറുമ്പിൻ്റെ നിര ഇങ്ങനെ വരുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ ആ ഉറുമ്പിൻ്റെ നിര മുഴുവൻ ദുര്യോധനൻ ചവിട്ടി തേച്ച് ആ ഉറുമ്പിനെ നിഷ്കരണം കൊന്നുകളഞ്ഞു. എന്നിട്ട് യുധിഷ്ഠിരനോടായി പറഞ്ഞു, ഈ ഭൂമിയിൽ എന്തുമാത്രം ഉപയോഗമില്ലാത്ത വസ്തുക്കളെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വസ്തുക്കൾ സൃഷ്ടിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് നല്ല നല്ല ഉപയോഗമുള്ള വസ്തുക്കളെ സൃഷ്ടിച്ചുകൂടെ എന്ന്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, വളരെ ഉപയോഗപ്രദമായ എല്ലാ വസ്തുക്കളെയുമാണ് ഈശ്വരൻ നമ്മുടെ ഭൂമിയിൽ പ്രദാനം ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ കല്ലിന് പോലും അതിൻ്റേതായിട്ടുള്ള ഉപയോഗമുണ്ട്. അതനുസരിച്ച് വേണം, അത് കണ്ടു വേണം നാം പ്രവർത്തിക്കാനെന്ന്. ഈ ഒരു രണ്ട് വ്യക്തികളെയും നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്ത തലങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. നന്മ നിറഞ്ഞ യുധിഷ്ഠിരന് എല്ലാത്തിലും നന്മ കണ്ടെത്താനാണ് കഴിഞ്ഞത്. അതേസമയം തിന്മ നിറഞ്ഞ ദുര്യോധനന് എല്ലാത്തിലും തിന്മയും മറ്റൊരു വസ്തുവിനെ നശിപ്പിക്കാനുമാണ് കഴിഞ്ഞത്. ശരിക്കും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ദുര്യോധനന്മാർ ആവാനാണ് നമ്മളിൽ പലരും ശ്രമിക്കാറ്, അല്ലേ ശ്രുതി? അതെ, തീർച്ചയായും അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും എല്ലാവരും വിലയിരുത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും ശ്രുതി. നമുക്ക് കാണാം ശുഭസംഗീതം. അനുരാഗലേഖനം മനതാരിലെഴുതിയ പ്രിയതമനെ വിടേ തോഴി. അനുരാഗലേഖനം മനതാരിലെഴുതിയ പ്രിയതമനെ വിടേ തോഴി. പ്രണയാങ്കുലീയം വിരളിലണിയിച്ച ക്ഷിതിപാലനെവിടെ തോഴി. പ്രണയാങ്കുലീയം വിരളിലണിയിച്ച ക്ഷിതിപാലനെവിടെ തോഴി. അനുരാഗലേഖനം മനതാരിലെഴുതിയ പ്രിയതമനെവിടെ തോഴി. പ്രണയാങ്കുലീയം വിരലിലണിയിച്ച ക്ഷിതിപാലനെവിടെ തോഴി. എന്നാര്യപുത്രന്റെ നാമാക്ഷരങ്ങൾ ഞാൻ എന്നുള്ളിലെണ്ണി കുറിച്ചു. പുത്രന്റെ നാമാക്ഷരങ്ങൾ ഞാൻ എന്നുള്ളിലെണ്ണി കുറിച്ചു. എൻ രാജദേവന്റെ ദർശനമാത്രകൾ എന്നിഴി എണ്ണി തുടിച്ചു. എൻ രാജദേവന്റെ ദർശനമാത്രകൾ എന്നിഴി എണ്ണി തുടിച്ചു. അനുരാഗലേഖനം മനതാരിലെഴുതിയ പ്രിയതമനെവിടെ തോഴി. പ്രണയാങ്കുലീയം വിരലിലണിയിച്ച ക്ഷിതിപാലനെവിടെ തോഴി. വരുമെന്നു ചൊല്ലിയൻ കരളേശകുന്തങ്ങൾ ചിറകടിച്ചിന്നും ഇരിപ്പൂ. വരുമെന്നു ചൊല്ലിയൻ കരളേശകുന്തങ്ങൾ ചിറകടിച്ചിന്നും ഇരിപ്പൂ. വനജോത്സ്നനീർത്തിയ പൂമെത്ത ഇപ്പോഴും വാടാതെ തന്നെ കിടപ്പൂ. വനജോത്സ്നനീർത്തിയ പൂമെത്ത എപ്പോഴും വാടാതെ തന്നെ കിടപ്പൂ.
അനുരാഗലേഖനം മനതാരിലെഴുതിയ പ്രിയതമനെവിടെ തോഴി പ്രണയാങ്കുലീയം വിരളിലണിയിച്ച ക്ഷിതിപാലനെവിടെ തോഴി അനുരാഗലേഖനം മനതാരിലെഴുതിയ പ്രിയതമനെവിടെ തോഴി പ്രണയാങ്കുലീയം വിരളിലണിയിച്ച ക്ഷിതിപാലനെവിടെ തോഴി. 1870 മെയ് 2-ാം തീയതി ഇന്ത്യൻ സിനിമയുടെ പിതാവായ ദാദാസാഹിബ് ഫാൽക്കെ ജനിച്ച വർഷമാണത്. ഈ ദിവസം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായിട്ട് നമുക്ക് കണക്കാക്കാം. മഹാരാഷ്ട്ര സ്വദേശിയാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കൈകടത്താത്തതായിട്ട് യാതൊരു മേഖലയുമില്ല. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹം നല്ലൊരു റൈറ്ററാണ്, നല്ലൊരു സിനിമാറ്റോഗ്രാഫറാണ്, നല്ലൊരു പ്രൊഡ്യൂസറാണ്, നല്ലൊരു ഡയറക്ടറാണ്. അങ്ങനെ അദ്ദേഹം തിളങ്ങി നിൽക്കുകയാണ്. ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ആദ്യത്തെ മൂവിയായ ഹരിശ്ചന്ദ്ര അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിൽ, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ വന്നതാണ്. ശരിക്കും ഇതൊക്കെ നമ്മുടെ മലയാള സിനിമ ഇത്രയും ഉയർന്ന ഒരു നിലയിൽ നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനം തരുന്ന, നമുക്ക് പ്രചോദനം തരുന്ന വസ്തുതകളാണ്. എന്ത് തോന്നുന്നു? ശരിക്കും ഇന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ ദാദാസാഹിബ് ഫാൽക്കെയുടെ ജന്മദിനമാണ്. അതോടൊപ്പം തന്നെ ബോളിവുഡ് നടൻ രാജ് കപൂറിന് ദാദാസാഹിബ് അവാർഡ് കിട്ടിയ ദിവസം കൂടിയാണ് ഇന്ന്. 1988 മെയ് 2-നാണ് അദ്ദേഹത്തിന് ദാദാസാഹിബ് അവാർഡ് കിട്ടിയത്. ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ശരിക്കും ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഓൾ റൗണ്ടർ ആയിരുന്നു. അദ്ദേഹം തന്നെ പാടി, അദ്ദേഹം തന്നെ അഭിനയിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ ചരിത്രത്തിൽ നമ്മൾ അറിയാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഇത്തരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഇന്ന് സംഭവിച്ച ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നമുക്ക് കാണാം നമ്മുടെ അടുത്ത പരിപാടിയായ ചരിത്രത്തിൽ. ശരിക്കും നമ്മുടെ ബി പോസ്റ്റിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ഒരു സെഗ്മെൻ്റാണ് അടുത്തത്. നമ്മുടെ സജീഷ് കുട്ടനിലൂർ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ചാക്യാർ നയിക്കുന്ന ഹാസ്യ കേരളം. ശരിക്കും നമുക്ക് ആ ചാക്യാറിനെ കണ്ടിരുന്നാൽ അദ്ദേഹത്തിനെ രസിച്ചിരിക്കും നമ്മൾ. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പരിപാടി അവസാനിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ഓർമ്മ ഇങ്ങനെ പുറകിലോട്ട് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. നമ്മൾ കണ്ടിട്ട് കാണാതെ പോയ കാര്യങ്ങളാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഈ ഒരു സത്യം തിരിച്ചറിവാണ് സജീഷ് കുട്ടനിലൂർ എന്ന കലാകാരൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്നത്. എന്ത് തോന്നുന്നു? ശരിയാണ് ശരത്. ശരിക്കും നമ്മുടെ സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളെ ഒരു ചാക്യാരുടെ കാഴ്ചപ്പാടിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു സജീഷ് കുട്ടനെല്ലൂർ. നമുക്ക് പോകാം അടുത്ത സെഗ്മെന്റിലേക്ക്, ഹാസ്യ കേരളം. എല്ലാ പ്രേക്ഷകർക്കും ഹാസ്യ കേരളം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. നിങ്ങളെല്ലാവരെയും കാണുന്നതിനായിക്കൊണ്ട് ചാക്യാർ വീണ്ടും വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ചാക്യാരുടെ സംഭാഷണ ശൈലിയെ പറ്റി ആളുകളൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചാക്യാരൊന്ന് ചിന്തിക്കുകയാണ്, ഇപ്പോൾ ചാക്യാരുടെ സംഭാഷണ ശൈലി മാത്രമല്ല, ഇപ്പോൾ സകല ബഹുജനങ്ങളുടെയും സംഭാഷണ ശൈലിക്ക് പ്രത്യേകതകളുണ്ട്. ഓരോ മനുഷ്യർക്കും ചില ആളുകൾ വളരെ തടി ഒക്കെയുള്ള കൊമ്പൻ മീസയും ചോരക്കണ്ണുകളൊക്കെയുള്ള ചില ആളുകളാണ്. അവരുടെ സംഭാഷണ ശൈലി കേട്ടാലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ വേറെ ചില ആളുകളാണെങ്കിലോ വളരെ കട്ടിയായിട്ടുള്ള ശബ്ദമായിരിക്കും. വേറെ ചില ആളുകളാണെങ്കിൽ ഈ സ്ത്രീകളുടെ സംഭാഷണ ശൈലിയുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പാലക്കാട്ടൊക്കെ പോയി കഴിഞ്ഞാലോ, പാലക്കാട് നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് കുമാരൻ എന്നാണ്. തിരുവനന്തപുരത്ത് വന്നാലോ, അണ്ണൻ എന്തൊരു ജാലി, കോഴികൾ, വെള്ളങ്ങൾ, പൊറോട്ടകൾ. അപ്പോൾ അങ്ങനെ ഓരോ നാടുകളിലും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ചില നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, വളരെ രസു എന്താണ് വെച്ചാൽ നീണ്ട 16 വർഷങ്ങൾക്ക് മുമ്പ് ആ കാണുന്ന റബ്ബർ എസ്റ്റേറ്റ് നമ്മുടേതായിരുന്നു. ഇപ്പോൾ 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 നമ്മുടെ തന്നെയാണ് പോലെ.
അപ്പം അങ്ങനെയുള്ള നാടകത്തിൻ്റെ ഒരു സംഭാഷണ ശൈലി നമ്മൾ ഇങ്ങനെ ശൈലി വ്യത്യാസങ്ങൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. പിന്നെ മാത്രം സിനിമയിൽ അഭിനയിക്കുന്ന ചില ആളുകളുണ്ട്. ഉണ്ടക്കണ്ണും തുടുത്ത മുഖവും വെളുത്ത നിറവൊക്കെ ആയിട്ടൊരു കോഴിക്കോട്ടുകാരനായിട്ട് വില്ലൻ ഉണ്ടായിരുന്നു. മൂളെ ശോഭേ, കൊല്ലുന്നവൻ കില്ലർ, പാടുന്നവൻ സിംഗർ, സ്നേഹിക്കുന്നവൻ ലവർ, അപ്പോൾ ചുംബന സമരത്തിന് പോകുന്നവരോ ഹുമ്മർ, ഓർമ്മിരിക്കട്ടെ. അപ്പോൾ മലയാളികൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരുപാട് ശബ്ദങ്ങൾ വൈവിധ്യങ്ങളൊക്കെയുണ്ട്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി മനുഷ്യൻ്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ. അപ്പോൾ ശബ്ദത്തിൻ്റെ വൈവിധ്യങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ബഹുരസമാണ്. അപ്പോൾ ചാക്യാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതിപ്രധാനമായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ മുഖവുരയായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് ഒരു സംഭാഷണ ശൈലിയുടെ ഒരു ശൈലി സ്വന്തമായിട്ടുള്ളൊരു മനുഷ്യന് ഒരിക്കൽ പറ്റിയൊരു അബദ്ധം, അതിലേക്കാണ് ചാക്യാർ വിരൽ ചൂണ്ടുന്നത്. മറ്റൊന്നുമല്ല, അതായത് ഈ ലോട്ടറി ടിക്കറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ലോട്ടറി ടിക്കറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി അങ്ങനെയൊന്നും ആരും എവിടെ അനൗൺസ് ചെയ്യാറില്ല. അതിനൊരു പ്രത്യേക ശൈലിയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ, ബൈക്കിൽ പോകുമ്പോഴൊക്കെ വഴിയിലൂടെ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റിൻ്റെ ആ അനൗൺസ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക ശൈലി. അപ്പോൾ ഇത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആളെ കോട്ടയത്തുള്ള ഒരാളാണ്. അപ്പോൾ ഈ അനൗൺസറുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛൻ മരിച്ച വിവരമാണെങ്കിൽ ഈ മകൻ അറിഞ്ഞിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട ലോട്ടറി അനൗൺസർ ദൂരെയുള്ള സുഹൃത്തിൻ്റെ ഓഫീസിലേക്ക് ഓടിക്കത്തിച്ചെത്തി സുഹൃത്തിനെ കണ്ടു. എന്നിട്ട് സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തെ, താങ്കൾ വിഷമിക്കണ്ട, താങ്കളുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഇതാണ് പറയേണ്ട ഡയലോഗ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ടെൻഷനും പരിഭ്രമവും. കാരണം ആ ലോട്ടറി അനൗൺസർ അച്ഛൻ മരിച്ച വിവരം മകനോടുര ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ശൈലിയും കയറിപ്പറ്റി. അതെങ്ങനെയാണെന്ന് നമുക്ക് സസൂക്ഷ്മം ശ്രദ്ധിക്കാം. പ്രിയ സുഹൃത്തെ, താങ്കളുടെ 75 വയസ്സുള്ള പിതാവിനെ ഇന്ന് രാവിലെ കൃത്യം 10:30 ശുഭമുഹൂർത്തത്തിൽ മരണദേവത കടാക്ഷിച്ചവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഗോവ, സിക്കിം, ഭോപ്പാൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി 16-ൽ പരം ഭാര്യമാരിലായി വലുതും ചെറുതുമായിട്ടുള്ള 48-ൽ പരം ഭാഗ്യശാലികൾക്ക് ജന്മം നൽകിയ താങ്കളുടെ പിതാവിൻ്റെ ശവമടക്ക് നാളെ വൈകിട്ട് കൃത്യം 5:30 ശുഭമുഹൂർത്തത്തിൽ നിങ്ങളുടെ തൊട്ടടുത്ത ശ്മശാനത്തിൽ വെച്ച് മടിച്ചു നിൽക്കാതെ ശങ്കിച്ചു നിൽക്കാതെ കടന്നൊരു നാളെയാണ് ശവമടക്ക്. അടുത്ത ഭാഗ്യവാൻ നിങ്ങളാണ്, അടുത്ത ഭാഗ്യശാലി നിങ്ങളാണ്. ആസ്മ, അലർജി തുടങ്ങിയ രോഗങ്ങളാൽ ചക്ര ശ്വാസം വലിക്കുന്ന നിങ്ങളെ മരണദേവത കാഴ്ചയിരിക്കുന്നു. നാളെയാണ് ശവമടക്ക്. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ചില ശൈലീ വ്യത്യാസങ്ങൾ, സംഭാഷണ ശൈലി, അതൊക്കെ അബദ്ധങ്ങൾ ഇങ്ങനെ സംഭവിക്കും. തൃശ്ശൂർ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ തൃശ്ശൂർ ഗഡി അങ്ങനെയാണല്ലോ പറയുക. ഇപ്പം എന്താ പറയുക, തൃശ്ശൂർ ഇഷ്ടൻ എന്നാണ് പറയുക. ഇഷ്ടനാണ് പിന്നെ ഇഷ്ടനായി മാറിയത്. ഗഡി എന്ന് വെച്ചാൽ സുഹൃത്ത്. ഇപ്പോൾ സിനിമകളിലൂടെയൊക്കെ ഇപ്പോൾ തൃശ്ശൂർ ഭാഷ വളരെ പോപ്പുലറായി മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ തൃശ്ശൂർ ഗഡി പറയുകയാണ്, അടാവ് പടായി. താൻ എന്തായി പറയണത്? ഒന്നും മനസ്സിലായില്ല. അടാവ് പടായിന്ന്. പടായി എന്ന് വെച്ചാൽ ആള് മരിച്ചു കഴിഞ്ഞാൽ പടം എന്ന് വെച്ചാൽ ഫോട്ടോ നേരെ ആ ഭിത്തിയിലങ്ങ് കയറിയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ശൈലീ വ്യത്യാസങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതിന് അറ്റമില്ലാതെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആ അറ്റമില്ലാത്ത കാര്യങ്ങളെ പറ്റി പറയുന്നതിനായിക്കൊണ്ട് ചാക്യാർ വീണ്ടും വരും. നന്ദി, നമസ്കാരം. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നമായിരിക്കാം. നമുക്ക് അതെല്ലാം ഒരു നമ്മളെ അറിയാവുന്ന, നമ്മളിലേക്ക് അടുത്തായിട്ടുള്ളവർക്ക് അവരുടെ ഒരു വാക്ക് കൊണ്ട് നമ്മളെ ചിലപ്പോൾ ആശ്വസിപ്പിക്കാനായിരിക്കും. ശരിക്കും അവരുടെ ആ ഒരു വാക്കായിരിക്കും നമുക്ക് ഒരു ഏറ്റവും വലിയ പ്രചോദനമായിട്ട് മാറുന്നത്. ഇതേക്കുറിച്ച് ശരത്തിന് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ശ്രുതി. കാരണം പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനുമില്ല നമ്മുടെ ഭൂമിയിൽ. ഓരോരുത്തർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല, വളരെ സുഖകരമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത് എന്ന്. എന്നാൽ ആഴത്തിലിറങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് പുറത്തറിയിക്കാതെ, അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാകുന്നത്. ശരിക്കും ശ്രുതി പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് നമ്മൾ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ദുഃഖത്തിൻ്റെ ഒരു പകുതി ഭാരമെങ്കിലും കുറഞ്ഞു കിട്ടും. അതിന് ഒരുപാട് സഹായിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, കൂട്ടുകുടുംബ സമ്പ്രദായം
സമ്പ്രദായം എന്ന് പറയുന്നത്. ശരിക്കും അത്തരത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അംഗങ്ങളുണ്ട് കുടുംബത്തിൽ. നമുക്ക് പ്രിയപ്പെട്ട അച്ഛനോടും അമ്മയോടും ചിലപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല എങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ചില ഏട്ടന്മാരോടോ ചേച്ചിമാരോടോ ഒക്കെ തുറന്നു പറയാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ശരിക്കും കൂട്ടുകുടുംബ സമ്പ്രദായത്തിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത് അതാണ്. ഇന്നിപ്പോൾ അണുകുടുംബത്തിൽ അത്തരത്തിലുള്ള തുറന്നു പറയലുകൾ വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. അതുതന്നെയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. എന്തു തന്നെയായാലും ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ ഉന്മേഷവും ഊർജ്ജവും ഒക്കെ പകരാനായിട്ട് നമുക്ക് പ്രിയപ്പെട്ട പ്രവീൺ പരമേശ്വർ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം വഴിത്തിരിവ്. വളരെ പ്രമുഖനായ ബുദ്ധമത സന്യാസിയാണ് അജൻ ധർമ്മ. ഓസ്ട്രേലിയയിൽ ബുദ്ധമതത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടിയിട്ട് അജൻ ഒരു കൂട്ടം ബുദ്ധസന്യാസിമാരുമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് എത്തി. അവിടെ തങ്ങളുടെ ആസ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന സ്ഥലത്ത് ആദ്യമായി എത്തുന്ന അജൻ ഒരു ഞെട്ടലോടുകൂടെയാണ് ആ സ്ഥലം കണ്ടത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും അവിടെ ചെയ്തെടുക്കുവാനിരിക്കുന്നു. ഒരു തരിശു ഭൂമിയാണ്, ഒരുപാട് കെട്ടിടങ്ങൾ, ഒരുപാട് വിഹാരങ്ങൾ ഒക്കെ കെട്ടി ഉയർത്തിക്കഴിഞ്ഞാൽ മാത്രമേ തങ്ങളുടെ ഒരു കേന്ദ്രമാക്കി അത് മാറ്റുവാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ ആദ്യ പടിയായിട്ട് അജൻ തൻ്റെ സന്യാസിമാരോട് പറഞ്ഞു, നമുക്ക് ഓരോരുത്തർക്കും താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെറു കെട്ടിടങ്ങൾ നമുക്ക് സ്വയം പണിയാം. ആ രീതിയിൽ നമുക്കിതിൻ്റെ പണി തുടങ്ങി വയ്ക്കാം. അത്തരത്തിൽ ഓരോ സന്യാസിമാരും അവരവർക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെറു കെട്ടിടങ്ങൾ പണിതു തുടങ്ങി. കുറച്ച് ബ്രിക്സും ചെറിയ ചില മരക്കഷ്ണങ്ങളും പുല്ലുമൊക്കെ വെച്ചുകൊണ്ടാണ് ആ കെട്ടിടം അവർ പണിയുവാൻ തീരുമാനിച്ചത്. അജനും തൻ്റെ കുടില് പണിതു തുടങ്ങി. കുറേ ബ്രിക്കുകൾ അടുക്കി അടുക്കി വെച്ച് ചുമരുകൾ ഉണ്ടാക്കി. അതിനിടയിലേക്ക് ചില മരക്കഷ്ണങ്ങൾ അദ്ദേഹം നിറയ്ക്കുകയുണ്ടായി. മേൽക്കൂര കെട്ടി. അങ്ങനെ വളരെ ചെറുതും എന്നാൽ മനോഹരവുമായിട്ടുള്ള ഒരു കുടില് അജൻ ധർമ്മ തനിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു. എന്നാൽ ആ നിർമ്മാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം താമസം ആരംഭിച്ചപ്പോൾ വളരെ വിഷമമുള്ള ഒരു കാര്യം അജൻ ആ കുടിലിനുള്ളിൽ കാണുവാനിടയായി. ഓരോ ബ്രിക്കും കൃത്യമായ രീതിയിൽ അടുക്കി ഏറ്റവും ഭംഗിയായ രീതിയിൽ വെച്ചുകൊണ്ടാണ് ആ ചുമരുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ താഴെയുള്ള ഒരു കട്ട മാത്രം ഒന്ന് ചരിഞ്ഞിരിക്കുന്നു. മുഴുവൻ ആ ബിൽഡിങ്ങിൻ്റെയും ആ കുടിലിൻ്റെയും ഭംഗി കളയുന്ന രീതിയിൽ ഒന്ന് ചരിഞ്ഞിട്ടാണ് അതിനുള്ളിലെ ഒരു കട്ട ഇരിക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ നിലനിൽപ്പിനെ അത് ഒരു രീതിയിലും ബാധിക്കുകയില്ല, സുരക്ഷിതത്വത്തിനെയും ഒരു രീതിയിലും ബാധിക്കുകയില്ല. പക്ഷേ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ബാക്കി ഏതാണ്ട് 1000-ഓളം കട്ടകളും ഭംഗിയായിട്ടിരിക്കുകയും ഈ ഒരു കട്ട മാത്രം ചരിഞ്ഞിരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഭംഗി കുറയ്ക്കുന്നതായിട്ട് അജന് തോന്നി. അപ്പോൾ എന്ത് ചെയ്യും? തൻ്റെ കുടിലിലേക്ക് വരുന്നവരെല്ലാവരും അത് കാണുകയില്ലേ എന്ന വിഷമത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടെത്തി. രാവിലെ താൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ കിടക്കുവാൻ ഉപയോഗിക്കുന്ന പായ ചുരുട്ടിയിട്ട് അജൻ ഈ കട്ട മറച്ചു വയ്ക്കും. എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ പായ അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ഓരോ ദിവസം രാവിലെയും ആ പായ ചുരുട്ടി ആ ബ്രിക്ക് മറയ്ക്കുവാൻ വേണ്ടി പോകുന്ന അജൻ അത് കാണുകയും വല്ലാതെ വിഷമിക്കുകയും ചെയ്തു. ഇത്രയും 1000-ഓളം ബ്രിക്കുകൾ ഏറ്റവും നന്നായിരിക്കുമ്പോഴും എൻ്റെ ഒരു ചെറിയ പിഴവ് കൊണ്ട് മാത്രം ഈ ബ്രിക്ക് മാത്രം ചരിഞ്ഞിരിക്കുന്നു. എന്ത് വിഷമമുള്ള കാര്യമാണത്. ഈ നെഗറ്റിവിറ്റിയോടുകൂടെയാണ് തൻ്റെ ദിവസം അദ്ദേഹം തുടങ്ങുക. ആ ദിവസത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളിലെയും ഈ നെഗറ്റിവിറ്റിയുടെ റിഫ്ലക്ഷൻ ഉണ്ടാകുവാൻ തുടങ്ങി. അജൻ ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഇവിടെ സംഭവിച്ച പരാജയം തനിക്ക് ആ കാര്യങ്ങളിലും സംഭവിക്കുമോ എന്നുള്ള ഭയം അകാരണമായി അജനെ ബാധിച്ചു. ഇനി വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടോ ഈ പായ എടുക്കുവാൻ തുടങ്ങുമ്പോൾ വീണ്ടും കാണുന്നതും അതേ ബ്രിക്ക് തന്നെ. വല്ലാത്തൊരു വിഷമത്തിലായി അജൻ. ഒരു നെഗറ്റിവിറ്റി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ബാധിക്കുവാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗുരു, ഓസ്ട്രേലിയൻ്റെ തന്നെ ബുദ്ധമതത്തിൻ്റെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നത്. അദ്ദേഹം അജൻ്റെ കുടിലിൽ അജനോടൊപ്പമാണ് ആദ്യത്തെ ദിവസം തങ്ങിയത്. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം കണ്ടത് അജൻ ഈ ഒരു പായ എടുക്കുന്നു, ആ ബ്രിക്കിനെ ഒന്ന് നോക്കുന്നു, തിരിച്ച് ആ പായ വിരിച്ച് കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഈ പായ മടക്കിയിട്ട് ഈ ബ്രിക്കിനെ മറച്ചു വയ്ക്കുവാനും അജൻ ശ്രമിക്കുന്നു. ഇതൊരു ദിവസമായി, 2 ദിവസമായി, 3-ാമത്തെ ദിവസമായപ്പോൾ ഗുരു അജനോട് ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നത്? എന്തിനാണ് എല്ലാ ദിവസവും ഈ പായ കൊണ്ട് ഈ കട്ട മറച്ചു വയ്ക്കുന്നത്? അപ്പോൾ അജൻ പറഞ്ഞു, ഈ കുടിൽ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. വളരെ മികച്ച രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഭംഗിയായ രീതിയിലാണ് ഞാനിതിലെ ഓരോ ബ്രിക്കിനെയും അടുക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഇരിക്കുന്ന ഈ ഒരൊറ്റ ബ്രിക്ക് മാത്രം ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതൊരു അഭംഗി ഉണ്ടാകുന്നു. ഇവിടെ കടന്നു വരുന്ന ആൾക്കാർ അത് കാണുവാനും എന്നെ കുറ്റപ്പെടുത്തുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മറച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഗുരു അജനോട് പറഞ്ഞു, ഇവിടെ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട് അജൻ. ഈ ഇരിക്കുന്ന കുടിലിൽ 1000 കട്ടകൾ ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്നു, ഏറ്റവും മനോഹരമായിട്ടിരിക്കുന്നു, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നീ വെച്ചിരിക്കുന്നു. എന്നാൽ ആ പെർഫെക്ഷൻ,
ആ സൗന്ദര്യം കാണുവാൻ നീ തയ്യാറല്ല. മറിച്ച് നീ ഇവിടെ കാണുന്നത് തെറ്റായിരിക്കുന്ന ആ ഒരു കട്ട മാത്രമാണ്. എന്തിനു നീ അതിനെക്കുറിച്ച് വേവലാതിപ്പെടണം? ഏറ്റവും മനോഹരമായ രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്ന 1000 കട്ടകളെക്കുറിച്ച് നീ സന്തോഷവാനാകൂ. അത് ചെയ്തെടുത്ത നിന്റെ പെർഫെക്ഷനെ കുറിച്ച് നീ അഭിമാനമുള്ളവനായി മാറൂ. ഇനിയും അത്തരത്തിലുള്ള പുതിയ കട്ടകൾ വയ്ക്കുവാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നീ കൂടുതൽ കോൺഫിഡൻ്റ് ആയി മാറൂ. എന്തിന് ഈ ചെരിഞ്ഞിരിക്കുന്ന ഒരു കട്ടയെ മാത്രം നീ കാണണം? ഇതുപോലെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ വ്യക്തികളും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, ഒരുപാട് സ്ട്രെങ്ത്സ് ഉണ്ട്, ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എവിടെയെങ്കിലുമുള്ള ഒരു നെഗറ്റീവിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും വിഷമിക്കുവാനും വേവലാതിപ്പെടുവാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് നമുക്ക് തരുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അവിടെ നിന്നും ലഭിക്കുന്ന നെഗറ്റിവിറ്റി മറ്റ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ബാധിക്കുകയും ജീവിതത്തിനെ മൊത്തം നെഗറ്റീവാക്കി മാറ്റുന്ന ഒരു നിലയിലേക്ക് അത് കൊണ്ടെത്തിക്കുകയും ചെയ്യും. മറിച്ച് ജീവിതത്തിൽ നമുക്കുള്ള പോസിറ്റീവ്സിനെ കുറിച്ച്, നന്മകളെക്കുറിച്ച്, നല്ലതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, 1000 മികച്ച ബ്രിക്കുകളെക്കുറിച്ച് ചിന്തിച്ചാൽ ആ ഒരു തെറ്റായ ആംഗിളിലിരിക്കുന്ന ബ്രിക്ക് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുകയില്ല. 1000 നന്മകളെക്കുറിച്ച് ചിന്തിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് നമ്മളെ ബാധിക്കുകയില്ല. ഇത്തരത്തിൽ പോസിറ്റീവ്സിൽ മാത്രം ഒരുപാട് ഊന്നൽ കൊടുത്തുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശരിക്കും ഞങ്ങളുടെ ജീവവായു എന്ന് പറയുന്നത് പ്രേക്ഷകർ തന്നെയാണ്. ശരിക്കും ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് പ്രേക്ഷകരെ. നിങ്ങൾ തരുന്ന സ്നേഹവും പ്രോത്സാഹനവുമാണ് ഞങ്ങളെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും അത്തരത്തിലുള്ള സ്നേഹവും പ്രതികരണങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനായിട്ട് ഞങ്ങൾ ഒരു വിലാസം തരുന്നു. ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 047124666160. ഇമെയിൽ അഡ്രസ് panorama.tvmedia@gmail.com. ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു അരമണിക്കൂർ നേരം നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കരങ്ങളുണ്ട്. ബി പോസിറ്റീവിൻ്റെ അണിയറ പ്രവർത്തകർ. ശരിക്കും അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. ശരിക്കും ബി പോസിറ്റീവിൻ്റെ അണിയറ പ്രവർത്തകരും ഞങ്ങളും ഒരുപോലെ തന്നെയാണ് പ്രേക്ഷകരെ സ്നേഹിക്കുന്നത്. ഞങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹവും പ്രതികരണങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിൽ വീണ്ടും ബി പോസിറ്റീവിനെ സുന്ദരിയാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.